ഹലോ, വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രസൻറ്റേഷനിലൂടെ പറയുന്നത് ഡി സി മെഷീൻസിൻ്റെ എഫിഷ്യൻസിയെ പറ്റിയാണ്. ഡി സി മെഷീൻസ് എന്ന് പറഞ്ഞാൽ ഡി സി ജനറേറ്ററിൻ്റെ എഫിഷ്യൻസിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എത്ര എനർജി കൊടുക്കുന്നു അതിനനുസരിച്ച് എത്രത്തോളമാണ് നമ്മൾ കൊടുക്കുന്ന എനർജിയുടെ എത്ര ശതമാനമാണ് നമുക്ക് പുറത്ത് വോൾട്ടേജ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ജനറേറ്ററിൻ്റെ കേസ് അങ്ങനെയാണ്. നമ്മൾ കൊടുക്കുന്ന എനർജീൻ്റെ എത്ര ശതമാനമാണ് വോൾട്ടേജ് ആയിട്ട് നമുക്ക് പുറത്ത് കിട്ടുന്നത്, ആ ഒരു അളവിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുക. അതായത് അതിൻ്റെ എത്രയാണ് വർക്കിംഗ് ചെയ്ത് നമുക്ക് പൂർണ്ണമായിട്ട് തരുന്നത് എന്നുള്ളതിൻ്റെ കണക്കാണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എഫിഷ്യൻസി തീരുമാനിക്കുന്നത് നഷ്ടങ്ങളാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന എനർജി മുഴുവനായിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് തരില്ല. നമ്മൾ കൊടുക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡി സി ജനറേറ്റർ പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു ജനറേറ്റർ പ്രവർത്തിക്കണമെങ്കിലാണെങ്കിലും നമ്മൾ ഒരു പ്രൈം മൂവർ വെച്ചിട്ട് നമ്മൾ എനർജി എന്ത് ചെയ്യണം? റൊട്ടേഷൻ എനർജി കൊടുക്കണം. അതായത് ഒരു മെക്കാനിക്കൽ എനർജി സപ്ലൈ ചെയ്യണം. പ്രൈം മൂവർ ഉപയോഗിച്ച് ആർമേച്ചർ കോറിനെ റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫീൽഡിനെ റൊട്ടേറ്റ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF പുറത്ത് വരുന്നുള്ളൂ. ഡി സി ജനറേറ്ററിൻ്റെ വർക്കിങ്ങിനനുസരിച്ചുള്ള എമൗണ്ട് ഓഫ് EMF പുറത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജീൻ്റെ എത്ര ശതമാനമാണ് നമുക്ക് പുറത്ത് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ അളവാണ് എഫിഷ്യൻസി. അപ്പോൾ അതിനെ തീരുമാനിക്കുന്ന ഈ ലോസസ് ആണ്. ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എനർജിയിൽ കുറച്ച് ഭാഗം നഷ്ടപ്പെട്ടു പോകും ഓരോ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഓരോ ജനറേറ്ററിൻ്റെ ഓരോ ഭാഗത്തിനനുസരിച്ച്. അതായത് ഇപ്പോൾ ജനറേറ്റർ നിർമ്മിച്ചിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ അനുസരിച്ച്, അങ്ങനെയൊക്കെ ഓരോ ചെറിയ ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിൽ നിന്ന് ഓരോ കുറച്ച് എമൗണ്ട് നഷ്ടം പറ്റി അതിൽ നിന്നൊരു ഇത്ര ശതമാനം മാത്രമേ നമുക്ക് പുറത്ത് വരുന്നുള്ളൂ. അതിനെയാണ് എഫിഷ്യൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണതെന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ ഡി സി ജനറേറ്ററിൻ്റെ എഫിഷ്യൻസി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾക്ക് പുറത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പവർ, അതിനെയാണ് ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നത്. നമ്മൾ എഫിഷ്യൻസി പറയുന്ന സിമ്പലാണ് ഈറ്റ എന്ന് എഴുതിക്കുന്നത്. ഈറ്റ എന്നാണ് അതിനെ വായിക്കുക. ഗ്രീക്ക് സിമ്പലാണ് ഈറ്റ എന്നുള്ളത്. എഫിഷ്യൻസീൻ്റെ ഡെഫിനിഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? റേഷ്യോ ഓഫ് യൂസ്ഫുൾ വർക്ക് പെർഫോംഡ് ബൈ എ മെഷീൻ ഇൻ എ പ്രോസസ് ടു ദ ടോട്ടൽ എനർജി എക്സ്പെൻഡഡ്. നമ്മൾ ഉപയോഗിക്കുന്ന ടോട്ടൽ എനർജിയിൽ നിന്ന് എത്രയാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്, അതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ ആണ് എന്തെന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്റ്റീവ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എനർജി എന്നുള്ളത്, ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പവർ. പക്ഷേ ആ ഔട്ട്പുട്ട് പവറിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടെ കൂട്ടണം? ഡിനോമിനേറ്ററിൽ ടോട്ടലായിട്ട് നമ്മൾ ജനറേറ്ററിന് നൽകുന്ന പവർ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ കൂടെ അല്ലെങ്കിൽ പവറിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? ലോസസ്. നമ്മൾ മെഷീൻസിന് സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ലോസസും അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അങ്ങനെയാണ് ഡി സി ജനറേറ്ററിൻ്റെ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, ഈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്നുള്ള ഈ ഒരു റേഷ്യോ അനുപാതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജനറേറ്ററിൻ്റെ എഫിഷ്യൻസി കിട്ടും. ഇനി ഡി സി മോട്ടർ, അല്ലെങ്കിൽ ഒരു മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ജനറേറ്റർ പോലെയല്ല, തിരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ വൈദ്യുതി കൊടുക്കും, അതിൽ നിന്ന് നമുക്കൊരു യൂസ്ഫുൾ വർക്ക് ചെയ്യും എന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി, അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന എനർജിയാണ്, ഇലക്ട്രിക്കൽ എനർജിയാണ്, അതിൻ്റെ വാല്യൂ നമുക്ക് അറിയുന്നുണ്ടാവും. അതിൽ നിന്ന് ലോസസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് ആ മെഷീൻ എത്ര പെർഫോമൻസ് ആണ് തരുന്നത്, അല്ലെങ്കിൽ എത്ര വർക്ക് ഔട്ട്പുട്ടാണ് തരുന്നത് എന്നുള്ളതിൻ്റെ വാല്യൂ വരും. അതുകൊണ്ടാണ് ഇൻപുട്ട് മൈനസ് ലോസസ് എന്ന് അതിൽ എഴുതിയുള്ളത്. പിന്നെ ടോട്ടലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂ. അങ്ങനെയാണ് അതിൻ്റെ രണ്ടിൻ്റെയും അനുപാതം എടുത്തു കഴിഞ്ഞാൽ, റേഷ്യോ എടുത്താലാണ് മോട്ടറിൻ്റെ എഫിഷ്യൻസി കിട്ടുന്നത്. ഇപ്പോൾ ഇനി ഈ ഡി സി ജനറേറ്ററിൻ്റെ അല്ലെങ്കിൽ ഡി സി മെഷീൻസിൻ്റെ എഫിഷ്യൻസിയെ തീരുമാനിക്കുന്ന കാര്യം, ആരാണ് എഫിഷ്യൻസിയെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് നിയന്ത്രിക്കുന്നത്? അപ്പോൾ എഫിഷ്യൻസിയെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോസസ് ആണ്. നമ്മൾ ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ തന്നെ അറിയാം, ജനറേറ്ററിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ തന്നെ അറിയാം, ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്നാണ് ഡിനോമിനേറ്ററിൽ അല്ലെങ്കിൽ ഛേദഭാഗത്തായിട്ട് എഴുതിയുള്ളത്. അപ്പോൾ എപ്പോഴും ആ ലോസസ് ചെറിയൊരു വാല്യൂ ആക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് എഫിഷ്യൻസി വരാൻ ചാൻസ് ഉള്ളത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ എന്തൊക്കെയാണ് ലോസസ്, ഈ ഡി സി മെഷീൻസിൻ്റെ ലോസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. അപ്പോൾ ഒരു പവർ കൺവേർഷൻ ഡിവൈസാണ് അല്ലെങ്കിൽ പവർ ചേഞ്ചിങ് ആയിട്ട് വരുന്നത് ഇലക്ട്രിക്കൽ ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയെ ഡയറക്റ്റായിട്ട് എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഒരു പവർ കൺവേർഷൻ ഡിവൈസ് ആകുമ്പോൾ അതിൽ ഒരുപാട് തരത്തിലുള്ള എനർജി ലോസുകൾ വരാൻ സാധ്യതയുണ്ട്. മെയിനായിട്ട് 2 ടൈപ്പ് എനർജി ലോസുകളാണ് ഡി സി മെഷീൻസിന് വരാൻ സാധ്യതയുള്ളത്. അതായത് കോൺസ്റ്റൻറ്റ് ലോസസും വേരിയബിൾ ലോസസും. അത് കോൺസ്റ്റൻറ്റ് ലോസ് എന്നും വേരിയബിൾ ലോസസും എന്നും ഡിഫറെൻ്റ് ആയിട്ട് പേരിട്ട് വിളിച്ചിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി അൺയൂസ്ഡ് ആയിട്ട് വരുന്ന, അതായത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് റിക്വയർമെൻറ്റിന് കിട്ടുന്ന എനർജിയേക്കാളും ഒരു സ്മോൾ എമൗണ്ട് ലോസ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ആ ലോസ് എന്ന് പറഞ്ഞാൽ ആണ് എന്തെന്ന് പറഞ്ഞാൽ വേസ്റ്റേജ് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതിനെ ആണ് നമ്മൾ 2ആയിട്ട് കോൺസ്റ്റൻറ്റ് ലോസസ് എന്നും വേരിയബിൾ ലോസസ് എന്നും താരതമ്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ കോൺസ്റ്റൻറ്റ് ലോസും വേരിയബിൾ ലോസും എന്ന് പറയുമ്പോൾ തന്നെ കോൺസ്റ്റൻറ്റ് ലോസ് വരുന്നത് എന്താണ്? ഇപ്പോൾ നമ്മളൊരു മെഷീൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷീനിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ഈ ലോസ് ഒരു കോൺസ്റ്റൻറ്റ് ലോസ് ആയിരിക്കും. അതായത് അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അത് സ്ഥിരമായിട്ട് അതിൽ കാണുന്ന ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. അങ്ങനത്തെ ലോസുകളെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ലോസസ് എന്ന് വിളിക്കുന്നത്. ഇനി നേരെ മറിച്ച് വേരിയബിൾ ലോസസുകളുണ്ട്. വേരിയബിൾ ലോസസ് എന്ന് പറയുമ്പോൾ സാധാരണ മെഷീൻ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് നമ്മളിപ്പോൾ റേറ്റഡ് സ്പീഡിൽ പ്രവർത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ റേറ്റഡ് സ്പീഡിൻ്റെ പകുതിയിൽ പ്രവർത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഹാഫ് ലോഡിൽ പ്രവർത്തിക്കുമ്പോഴോ ഫുൾ ലോഡിൽ പ്രവർത്തിക്കുമ്പോഴോ എപ്പോഴാണ് ഏത് തരത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ മാറും, ലോസുകളും മാറും. അങ്ങനെ വരുന്നതിനെയാണ് വേരിയബിൾ ലോസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന് രണ്ടിനെയും പറ്റി പറയാനുണ്ട്. എന്താണ് കോൺസ്റ്റൻറ്റ് ലോസ്, എന്താണ് വേരിയബിൾ ലോസ്? കോൺസ്റ്റൻറ്റ് ലോസിനെ നമ്മൾ രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വേരിയബിൾ ലോസിന് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ആ 2 ഒന്ന് കോർ ലോസും ഒന്ന് മെക്കാനിക്കൽ ലോസുമാണ്. കോർ ലോസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് കോറിൻ കൊണ്ടാണ് ഡി സി ജനറേറ്റേഴ്സും മോട്ടോഴ്സും ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ മാഗ്നറ്റിക് കോറിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എന്തുണ്ട്, അതിന് ഒരു ചെറിയ തരത്തിലുള്ള ലോസ് വരുന്നുണ്ട്. ആ മാഗ്നറ്റിക് കോർ ലോസിനെയാണ് നമ്മൾ എഡി കറണ്ട് എന്നും ഹിസ്റ്ററിസിസ് ലോസ് എന്നും വിളിക്കുന്നത്. പക്ഷേ മെക്കാനിക്കൽ ലോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വൈൻഡേജ് ആ സ്പെല്ലിംഗ് തെറ്റുണ്ട്, WIND ആണ് വേണ്ടത്. വൈൻഡേജ് ലോസസ്, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വൈൻഡിങ്ങിൽ വരുന്ന ലോസസ്, അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ ഫ്രിക്ഷൻ, മെക്കാനിക്കൽ മോഷൻ സംഭവിക്കുന്ന സമയത്ത് അതിൽ ഫ്രിക്ഷൻ്റെ ഫലമായിട്ട് വരുന്ന ലോസിനെയാണ് ഫ്രിക്ഷൻ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ മെക്കാനിക്കൽ ലോസ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കോർ ലോസ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് കോൺസ്റ്റൻറ്റ് ലോസ് വരുന്നത്. ഇനി വേരിയബിൾ ലോസസ് എന്ന് പറഞ്ഞാൽ കോപ്പർ ലോസാണ് ഫസ്റ്റ് പറയുന്നത്. കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ കോപ്പർ കണ്ടൻറ്റ് വൈൻഡിങ്ങിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നതിനനുസരിച്ച് വരുന്ന ലോസിനെയാണ് കോപ്പർ ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് വൈൻഡിങ്ങിലൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വൈൻഡിങ് ഉണ്ട്. ഫീൽഡ് വൈൻഡിങ് ഉണ്ട്, ആർമേച്ചർ വൈൻഡിങ് ഉണ്ട്. അത് മാത്രമല്ല, പിന്നെ ബ്രഷിലും കമ്മ്യൂട്ടേറ്ററിലും വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസ് കാരണമുള്ള ലോസ്, അത്രയും ലോസിനെയാണ് നമ്മൾ കോപ്പർ ലോസ് എന്നായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞുള്ളത്. ഇനി സ്ട്രേ ലോഡ് ലോസസ് എന്ന് പറഞ്ഞാൽ കോപ്പർ സ്ട്രേ ലോഡ് ലോസും കോർ സ്ട്രേ ലോഡ് ലോസും, ഇത് രണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റിക് കോറിൽ പ്രവർത്തിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറഞ്ഞാൽ മോട്ടോർ, ജനറേറ്ററൊക്കെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രേ ലോസസ് എന്ന് പറഞ്ഞാൽ ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വൈൻഡിങ്ങിലും അതുപോലെ തന്നെ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടിയും ഒക്കെ ചെറുതായിട്ട് മാറ്റങ്ങൾ വരും. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ലോസുകളെയാണ് സ്ട്രേ ലോഡ് ലോസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ കോപ്പർ സ്ട്രേ ലോഡ് എന്ന് പറഞ്ഞാൽ വൈൻഡിങ്ങിൽ മീൻസ് ലോഡ് കണക്ട് ചെയ്ത സമയത്ത് ലോഡിലുള്ള ചേഞ്ച് കാരണം കോപ്പർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ആർമേച്ചർ വൈൻഡിങ്ങിലോ അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ്ങിലോ ഒക്കെ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ലോസും, പിന്നെ ആർമേച്ചർ കോറിലോ ഫീൽഡ് കോറിലോ പോൾസിലോ ഒക്കെ വരുന്ന ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്നതാണ് സ്ട്രേ ലോഡ് ലോസസിൽ കോർ സ്ട്രേ ലോഡ് ലോസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. ഇതിനെ ബൾക്കായിട്ട് അല്ലെങ്കിൽ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണുന്നത്. കോൺസ്റ്റൻറ്റ് ലോസസ്, വേരിയബിൾ ലോസസ്, കോപ്പർ ലോസ്, മെക്കാനിക്കൽ, അതുപോലെ തന്നെ കോർ ലോസ്, സ്ട്രേ ലോഡ് ലോസ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സെപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലാണ് ഇവിടെ വരേണ്ടതെന്നുള്ളത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് കോൺസ്റ്റൻറ്റ് ലോസസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ലോസ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മാഗ്നറ്റിക് കോറിൽ വരുന്ന മാറ്റങ്ങളുണ്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് കോർ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു കോൺസ്റ്റൻറ്റ് ലോസാണ്. അതായത് ആ DC ജനറേറ്ററിൻ്റെ അകത്ത് എപ്പോഴും ഏത് DC ആയാലും DC ജനറേറ്റർ ആയാലും മോട്ടർ ആയാലും അതിനകത്ത് ഉണ്ടാകുന്ന ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊണ്ട് വരുന്ന ഒരു ലോസാണ് കോർ ലോസ്. അത് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനേ പറ്റുള്ളൂ. അതിൽ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാമിനേഷൻസ്, ലാമിനേഷൻ ചെയ്തത് ഉപയോഗിക്കുക, അതുപോലെ തന്നെ സ്റ്റീൽ പ്ലേറ്റ്സുകൾ ഉപയോഗിക്കുക, ലാമിനേറ്റഡ് ആയിട്ടുള്ള പ്ലേറ്റ്സുകൾ കൃത്യമായിട്ട് ഇൻസുലേഷൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ കോർ ലോസ് കുറയ്ക്കാൻ പറ്റും. അതായത് മാഗ്നറ്റിക് കോറിൽ വരുന്ന ലോസുകളെയാണ് കോർ ലോസായിട്ട് ഡിഫൈൻ ചെയ്തത്. ഇതിൽ 2 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്, ഹിസ്റ്ററിസിസ് ലോസും എഡി കറണ്ട് ലോസും. ഹിസ്റ്ററിസിസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിസിസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആർമേച്ചറിലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പോൾ ചേഞ്ചിങ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പോൾ ചേഞ്ചിങ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി, കോറിൽ വരുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ മാറ്റം വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്ന ലോസുകളെയാണ് ഹിസ്റ്ററിസിസ് ലോസ് എന്നായിട്ട് വിളിക്കുന്നത്. അതിനുള്ള ഇക്വേഷൻ പറയുന്നത് എന്താ, WH എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിസിസ് ലോസ് എന്നാണ്. WH ഈസ് ഈക്വൽ ടു KH ഇൻറ്റു BM ഇൻറ്റു 1.6 FV എന്നുള്ളതാണ് ഇക്വേഷൻ. അതിൽ F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദി കണക്ഷൻ, V എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി ആർമേച്ചർ കോർ. ആർമേച്ചർ കോറിന് ഉണ്ടാവാൻ സാധ്യതയുള്ള വോളിയത്തിൻ്റെ അളവിനെയാണ് ഇതെന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഹിസ്റ്ററിസിസ് ലോസ് എന്താണെന്ന് പറഞ്ഞത്. ഇനി എഡി കറണ്ട് ലോസ് എന്താണ്? ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കോറ് ലാമിനേറ്റഡ് അല്ലാത്ത കോറാണെങ്കിൽ, ലാമിനേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോറും കൃത്യമായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചുണ്ടാവും, ചെറിയ ചെറിയ പ്ലേറ്റിലെ പീസുകളായിട്ട്. അതായത് അങ്ങനത്തെ പീസുകളെ അടുക്കി വെച്ച് സ്റ്റാഗർ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അട്ടിക്ക് സ്റ്റാഗർ ചെയ്തുകൊണ്ടാണ് നമ്മൾ വലിയ ജനറേറ്ററോ അല്ലെങ്കിൽ മോട്ടറോ ഒക്കെ നിർമ്മിക്കുന്നത്. ആർമേച്ചർ കോറായാലും ഫീൽഡ് കോറായാലും ഒക്കെ കോറ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ ലാമിനേറ്റ് ചെയ്തിട്ട്, അതായത് ചെറിയ ചെറിയ പ്ലേറ്റ്സുകളാക്കിയിട്ട് ലാമിനേറ്റ് ചെയ്തിട്ട് കോർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാമിനേറ്റ് ചെയ്യാതെയാണെങ്കിൽ ഈ കോറിനകത്തും മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നു പോകുന്നത് കാരണം അതിനകത്തും കറണ്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ കറണ്ട് ഒരു ബ്ലോക്കിംഗ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് എഡി കറണ്ടിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് കോൺസ്റ്റൻറ്റ് ലോസസിനെ പറ്റിയിട്ട് ആദ്യം പറയുന്നത്. അതായത് കോൺസ്റ്റൻറ്റ് ലോസസിലെ കോർ ലോസ് ആൻഡ് അയൺ ലോസ്. ഇനി കോൺസ്റ്റൻറ്റ് ലോസസിൽ വരുന്ന രണ്ടാമത്തെ ആളാണ് മെക്കാനിക്കൽ ലോസ് എന്ന് പറഞ്ഞാൽ. മെക്കാനിക്കൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന മോട്ടോർ, ജനറേറ്റർ എന്നൊക്കെ വരുന്നത് മൂവിങ് ആയിട്ടുള്ള പാർട്ടുകൾ വരുന്ന മെഷീൻസാണ്. അപ്പോൾ ആ മൂവിങ് ആയിട്ടുള്ള പാർട്ട് വരുന്ന മെഷീൻസ് ആവുന്ന സമയത്ത് മെക്കാനിക്കൽ ഫ്രിക്ഷൻ അവിടെ ആക്ട് ചെയ്യാനായിട്ട് കൂടുതൽ സാധിക്കുന്നുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബ്രഷുകൾ തമ്മിലുള്ള കോണ്ടാക്റ്റുകൾ, കമ്മ്യൂട്ടേറ്റർ തമ്മിലുള്ള കോണ്ടാക്റ്റുകൾ, ബെയറിങ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ റൊട്ടേഷൻ്റെ അവിടെ ലൂബ്രിക്കേഷൻ ശരിയാവാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലോസുകൾ മെക്കാനിക്കൽ കോണ്ടാക്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കോണ്ടാക്റ്റുകൾ കാണിക്കുന്നുണ്ട് എന്ത് വരുന്നുണ്ട്, ഈ ഒരു മെഷീനിൽ വരുന്നുണ്ട്. അപ്പോൾ കോണ്ടാക്റ്റുകളിൽ വരുന്ന ഫ്രിക്ഷണൽ ലോസുകളൊക്കെ കോൺസ്റ്റൻറ്റ് ലോസുകളായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് കറണ്ടിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല, അതെപ്പോഴും ആ കോണ്ടാക്റ്റ് അതിൽ വരുന്നതുകൊണ്ടുള്ള വാല്യൂ മാത്രമാണ്. അതുകൊണ്ടാണ് അത് കോൺസ്റ്റൻറ്റ് ആയിട്ട് പറയുന്നത്. ഇനി വേരിയബിൾ ലോസിൽ ആദ്യം തന്നെ പറയുന്നത് കോപ്പർ ലോസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ ആ കണ്ടക്ടർ ഒരു റെസിസ്റ്റൻസ് ഉള്ള കണ്ടക്ടർ ആണെങ്കിൽ അത് ഹീറ്റ് ആവും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ആർമേച്ചറിൽ കണ്ടക്ടേഴ്സ് ഉണ്ട്, ഫീൽഡ് കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇതിൽ കൂടെ എല്ലാം കറണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതായത് കറണ്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കറണ്ട് ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസ് കാരണം ഒരു ചെറിയ ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും.
അങ്ങനെ ജനറേറ്റ് ചെയ്ത് പോകുന്ന എമൗണ്ട് ഓഫ് എനർജീനെയാണ് നമ്മൾ കോപ്പർ ലോസ് എന്ന് വിളിക്കുന്നത്. അതിൽ മെയിനായിട്ട് ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ വരുന്നതിനെയാണ് ആർമേച്ചർ കോപ്പർ ലോസ് എന്ന് വിളിക്കുന്നത്. അതായത് ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസ് കാരണം നമ്മൾക്ക് സാധാരണ പോലെ I²R എന്നുള്ള ഇക്വേഷനിൽ അവിടെ ആർമേച്ചറിലൂടെ ഒഴുകുന്ന ആർമേച്ചർ കറണ്ടും റെസിസ്റ്റൻസ് RA ആയതുകൊണ്ട് IA² എന്നുള്ള ഇക്വേഷനാണ് കോപ്പർ ലോസ് ആർമേച്ചർ കണ്ടക്ടേഴ്സിന് വരുന്നത്. ഇനി അതുപോലെ തന്നെ ഫീൽഡ് വൈൻഡിങ് കാരണം ഇപ്പോൾ ഷണ്ട് മോട്ടറോ DC ഷണ്ട് മോട്ടറോ അല്ലെങ്കിൽ തിരിച്ചുള്ള കോമ്പൗണ്ട് മോട്ടറോ അല്ലെങ്കിൽ സീരീസ് മോട്ടറോ ഒക്കെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇതേപോലെയുള്ള ഫീൽഡ് വൈൻഡിങ്ങിൽ ഫീൽഡ് കോണ്ടാക്റ്റിലും വ്യത്യാസം വരും. അതായത് അതിലൂടെ ഒഴുകുന്ന കറണ്ട് കാരണവും ഫീൽഡ് വൈൻഡിങ്ങിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. വ്യത്യാസം വരാൻ മീൻസ് അതിൽ വരുന്ന റെസിസ്റ്റൻസ് ഡ്രോപ്പിൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവും, ഒരു ഹീറ്റ് ലോസ് ഉണ്ടായിരിക്കും. അതിനെയാണ് ഫീൽഡ് കോണ്ടാക്ട് ലോസസ് എന്ന് വിളിക്കുന്നത്. ഇനി ബ്രഷ് കോണ്ടാക്ട് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ബ്രഷുകൾ റെസിസ്റ്റൻസിൽ അളവ് വരുന്ന, അതായത് ഡിഫറെൻറ്റ് വാല്യൂ റെസിസ്റ്റൻസ് വരുന്ന ബ്രഷുകളാണ് നമ്മളെപ്പോഴും എന്തിനായിട്ട് ഉപയോഗിക്കുന്നത്, DC ജനറേറ്ററുകൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്രഷുകളുടെ റെസിസ്റ്റൻസിൻ്റെ അളവ് കാരണം അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്ററിൻ്റെ കണക്ട് ചെയ്തിട്ടുള്ള കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസിൻ്റെ അളവ് കാരണമൊക്കെ ഡ്രോപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന ഡ്രോപ്പുകളെയാണ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ലോസസിനെയാണ് ബ്രഷ് കോണ്ടാക്റ്റ് ഡ്രോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് സ്ട്രേ ലോഡ് ലോസസ് എന്താണുള്ളത്. വേരിയബിൾ ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെഷീൻസിൽ DC മെഷീനിൽ കണക്ട് ചെയ്യുന്ന ലോഡിൽ വ്യത്യാസം വരുത്തുന്നതിനനുസരിച്ച് അതിലൂടെ ഒഴുകുന്ന കറണ്ട്, അതായത് ആർമേച്ചർ കറണ്ട് ആണെങ്കിലും ലോഡ് കറണ്ട് ആണെങ്കിലും ഒക്കെ വ്യത്യാസം വരുന്നതിനനുസരിച്ച് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിലും അതുപോലെ തന്നെ പിന്നെ കോപ്പർ പ്രോപ്പർട്ടീസിലും, അതായത് റെസിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മീൻസ് കറണ്ട് ഒഴുകുന്ന ഫലം കൊണ്ട് തന്നെ I²R എന്നുള്ള ഹീറ്റിംഗ് എഫക്റ്റൊക്കെ മാറും. അപ്പോൾ അങ്ങനെ വരുന്ന ലോസുകളാണ് ലോഡിങ് ചെയ്യുന്നത് കൊണ്ട്, ഒരു DC മെഷീനിൽ ലോഡിങ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന ലോസസുകളാണ് സ്ട്രേ ലോഡ് ലോസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ലോഡ് വ്യതിയാനം വരുന്നതിനനുസരിച്ച് നമ്മൾ ഈ ലോസുകളിലും അപ്പോൾ മാറ്റം വരും. അതായത് ഇത്ര ലോഡിൽ പ്രവർത്തിക്കുന്ന സമയത്ത് കൂടുതലും അല്ലെങ്കിൽ കുറഞ്ഞ ലോഡിലാകുമ്പോൾ ലോസ് കുറവും എന്നുള്ള രീതിയിലുള്ള ടൈപ്പ് ലോഡ്സാണ് വരുന്നത്. അതിൽ തന്നെ കോപ്പർ സ്ട്രേ ലോഡ് ലോസ് എന്നും കോർ സ്ട്രേ ലോഡ് ലോസ് എന്നും രണ്ട് തരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കോപ്പർ സ്ട്രേ ലോഡ് ലോസ് എന്ന് പറഞ്ഞാൽ ലോസ് ഇൻ ദ കണ്ടക്ടേഴ്സ് ഡ്യൂ ടു സ്കിന്നിങ് എഫക്റ്റ്. ഇപ്പോൾ കണ്ടക്ടേഴ്സിൽ നമ്മൾ I²R ലോസ് മാത്രമാണ് പറഞ്ഞത് കോപ്പർ ലോസ് ആയിട്ട്. പക്ഷേ സ്കിന്നിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് കണ്ടക്ടേഴ്സിലൂടെ കൃത്യമായിട്ട് കറണ്ട് ഒഴുകാതെ വരുമ്പോഴുള്ള എഫക്റ്റിനെയാണ് സ്കിന്നിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കണ്ടക്ടേഴ്സിൽ ചിലപ്പോൾ എഡി കറണ്ട് മെഷർമെൻറ്റ്സ് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന അങ്ങനത്തെ കറണ്ടുകൾ ഫ്ലോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിൽ വരുന്ന ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടക്ടേഴ്സിലൂടെ ഒഴുകുന്ന കറണ്ടിൽ മാറ്റം വരുന്ന സമയത്താണ് കോപ്പർ സ്ട്രേ ലോഡ് ലോസസ് ഉണ്ടാകുന്നത്. ഇനി അതുപോലെ കോർ സ്ട്രേ ലോഡ് ലോസസ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡിസ്റ്റോർഷൻ കാരണം ആർമേച്ചർ കോറിലോ അല്ലെങ്കിൽ ഫീൽഡ് കോറിലോ ഒക്കെ വരുന്ന ഫ്ലക്സ് ഡിസ്റ്റോർഷൻ കാരണം ഉണ്ടാവുന്ന ലോസുകളാണ്. പക്ഷേ ഈ ഫ്ലക്സ് ഡിസ്റ്റോർഷൻ ഉണ്ടാക്കാൻ മെയിനായിട്ട് കാരണക്കാരാവുന്നത് ആരാണ്? നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നതാണ്. നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഡിനനുസരിച്ചാണ് ഫ്ലക്സ് ഡിസ്റ്റോർഷൻ അവിടെ വരുന്നത്. അപ്പോൾ പക്ഷേ ഈ കോർ സ്ട്രേ ലോഡ് ലോസസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ടിനനുസരിച്ചല്ല ഇവിടെ ലോഡ് കൂടുക. അതായത് ലോഡ് കറണ്ട് കൂടുന്നു എന്നുള്ളത് കൊണ്ടല്ല, പക്ഷെ ലോഡ് കൂടുമ്പോൾ ഹീറ്റിംഗ് ആയിട്ട് I²R എന്നുള്ള തരത്തിലല്ല ഇവിടെ റേഷ്യോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു 1% ഔട്ട്പുട്ട് വാല്യൂൻ്റെ 1% ആയിട്ട് കോർ സ്ട്രേ ലോഡ് എപ്പോഴും ചൂസ് ചെയ്യാണ് ചെയ്യുക. കാരണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ട്. ഈ ഫ്ലക്സിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റോർഷൻ കാരണം വരുന്നതാണ് കണ്ടക്ടേഴ്സിനകത്ത് അല്ലെങ്കിൽ കോറിനകത്തൊക്കെ വരുന്നതാണ് ഈ കോർ സ്ട്രേ ലോഡ് ലോസസ് എന്നുള്ളത്. അപ്പോൾ അത് മിക്കവാറും ഒരു 1% എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യലാണ് പതിവ്. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് ലോസസ് ആണ് നമ്മളൊരു മെഷീനിൽ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ലോസസിനെയൊക്കെ ഒരു പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഫിഷ്യൻസി, ഒരു DC ജനറേറ്ററിനുള്ള എഫിഷ്യൻസി ആയിട്ട് നമ്മൾ ഈ ഒരു ഫ്ലോ ചാർട്ട് വഴിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെക്കാനിക്കൽ പവർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇൻപുട്ടായിട്ട്. ആ മെക്കാനിക്കൽ പവർ പ്രൈം മൂവറിന് തിരിക്കാനുള്ള ശക്തിയായിട്ടാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ പ്രൈം മൂവറിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതേ റൊട്ടേഷനാണ് എവിടെ വരുന്നത്? ആർമേച്ചർ കോറിൽ വരുന്നത്. അപ്പോൾ ആർമേച്ചർ കോർ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഇടയിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാണ് ഈ നമ്മൾ എത്ര ശക്തിയിലാണ് കൊടുത്തുള്ളത്. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ കൊടുത്ത മെക്കാനിക്കൽ
എനർജി നമ്മൾ കൊടുത്ത മെക്കാനിക്കൽ എനർജി, അതിൽ കുറച്ച് മെക്കാനിക്കൽ ലോസും കുറച്ച് കോണ്ടാക്ട് ലോസും അതുപോലെ തന്നെ അയൺ ലോസും ഒക്കെ ആദ്യം വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ബാക്കിയുള്ള ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ പവർ ആണ് എന്തെന്ന് ജനറേറ്റ് ചെയ്യുക. അതിൽ നിന്ന് വരുന്ന ചെറിയ എമൗണ്ട് വെച്ചിട്ടാണ് ഇലക്ട്രിക്കൽ എനർജി DC ജനറേറ്റർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ജനറേറ്റ് ചെയ്യുന്ന സമയത്തും പിന്നെ അതിൽ എന്തുണ്ടാവും, കണ്ടക്ടേഴ്സിലൂടെ ട്രാവൽ ചെയ്യുന്ന ഈ കറണ്ടിൻ്റെ ഫലമായിട്ട് കണ്ടക്ടേഴ്സിലൂടെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ കറണ്ട് ഹീറ്റിംഗ് എഫക്റ്റ് ആയിട്ട് കുറച്ച് ലോസുകൾ ഉണ്ടാക്കും. അതിനെയാണ് കോപ്പർ ലോസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ മൊത്തം ഈ 2 ലോസും ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക്കൽ പവറാണ് ഔട്ട്പുട്ട് VI. നമുക്ക് പുറത്ത് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ലോഡ് വോൾട്ടേജ് ഇൻറ്റു ലോഡ് കറണ്ട് എന്നുള്ള VI. അപ്പോൾ അതാണ് ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഈ ടോട്ടൽ ഔട്ട്പുട്ടിനോട് ഈ 2 ലോസ്, അയൺ ലോസും കോപ്പർ ലോസും ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ എനർജി, നമ്മൾ കൊടുത്ത മെക്കാനിക്കൽ എനർജി കിട്ടുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ബൈ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്നുള്ള രീതിയിൽ തന്നെ ഔട്ട്പുട്ട് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്ന് കൺവേർട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി ഓഫ് DC ജനറേറ്റർ കിട്ടും. ഇനി അടുത്തത് മാക്സിമം കണ്ടീഷനാണ്. DC മെഷീൻസിൽ അല്ലെങ്കിൽ DC ജനറേറ്ററിന് എഫിഷ്യൻസി മാക്സിമം ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 2 ലോസസ് ഈക്വൽ ആവുക എന്നുള്ളതാണ്. അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസസും അല്ലെങ്കിൽ വേരിയബിൾ ലോസും കോൺസ്റ്റൻറ്റ് ലോസിൻ്റെ വാല്യൂം അത് രണ്ടും ഈക്വലായി വരുന്ന സമയത്തായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക്, ഔട്ട്പുട്ട് പവർ നമുക്ക് കിട്ടുന്നത്. അത് രണ്ടും കുറയ്ക്കുക എന്നുള്ളത്, മിനിമൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു പരിധി വരെയൊക്കെയാണ് നമുക്ക് കോൺസ്റ്റൻറ്റ് ലോസസ് കുറയ്ക്കാൻ പറ്റുക. കാരണം അത് പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ്, അതിൻ്റെ പവർ റേറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാധിക്കും. പിന്നെ അതുപോലെ തന്നെ കണ്ടക്ടേഴ്സിലൂടെ കറണ്ട് ഒഴുകുന്ന കാരണം വരുന്ന വേരിയബിൾ ലോസസ് നമ്മൾ ലോഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് മാറുക. അപ്പോൾ ലോഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു പ്രത്യേക ലോഡിന് വേണ്ടിയിട്ടുള്ള ജനറേറ്റേഴ്സ് ആയിരിക്കും നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ I²RA എന്നുള്ളത് കോപ്പർ ലോസും എഡ്ഡി കറണ്ട് ലോസും, അല്ലെങ്കിൽ ഈ 2 ലോസുകൾ, അവസാനം നമ്മൾ പറയുന്ന ഈ 2 ലോസുകൾ, കോപ്പർ ലോസും അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസും എപ്പോഴും എന്തായിരിക്കണം, അത് 2 ഈക്വൽ ആവുന്ന സിറ്റുവേഷനിലാണ് മാക്സിമം എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് കറണ്ട് ഈക്വൽ ടു എന്താണ്, എഡ്ഡി കറണ്ട് ലോസ് ഡിവൈഡ് ബൈ R(A) എന്നുള്ള വാല്യൂവിൽ വരും. അത് ഈ I ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റിംഗ് ഔട്ട്പുട്ട് എത്രയാണെന്നുള്ളത് കിട്ടും. ഔട്ട്പുട്ട് പവർ എത്രയാണെന്നുള്ളതും ഇൻപുട്ട് പവർ എത്രയാണെന്നുള്ളതൊക്കെ മാക്സിമം എഫിഷ്യൻസിയിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു ഓൾ.